Thank you, ma'am, for your valuable words. May I request all the dignitaries to be placed? Ladies and gentlemen, boys and girls, are you ready for a truly electrifying moment of the evening? We are incredibly fortunate to have us with a star who has captured hearts, ruled screens and set stages ablaze with their unparalleled talent. A personality whose charm knows no bounds and whose performances will leave us spellbound every time. Let's give a thunderous round of applause as we welcome our celebrity guest, Mr. Ansu Koni, to the stage to mesmerize us with his incredible performance. ചരിത്രമുറങ്ങുന്ന പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും അനുകരണ കലയിലൂടെ കലാരംഗത്ത് നിറസാന്നിധ്യമായ കലാകാരൻ, അവതാരകൻ, മിമിക്രി ആർട്ടിസ്റ്റ്, ഗെയിം മാസ്റ്റർ, അഭിനേതാവ്, ഫിഗർ ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ കലാരംഗത്ത് തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ച കലാകാരൻ. മലയാള സിനിമയുടെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാന്റെ ആദ്യത്തെ അപരനായി നിരവധി ചാനൽ ഷോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും അവാർഡ് നൈറ്റുകളിലൂടെയും സുപരിചിതനായും റേഡിയോ മാംഗോ FM ഇവന്റ്സ് പ്രോഗ്രാംസിന്റെ അവതാരകനായും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ കലാകാരൻ. പൂമരം, വിശുദ്ധ പുസ്തകം, തെയ്യാട്ടം, ജൂനിയേഴ്സ് ജേർണി തുടങ്ങിയ സിനിമകളിലൂടെയും തന്നിലെ അഭിനേതാവിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ കലാകാരൻ. കലാരംഗത്തെ സകലകല വല്ലഭൻ. അൻസു കോണിക്ക് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. Cheek, low, low, cheek, cheek, low, low, cheek, 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 low. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു ചെറിയ കുഞ്ഞു പെർഫോമൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രിയിലൂടെയാണ് ഞാനൊരു 7 സിനിമയും എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമൊത്തു. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ഏതൊരു ഒഴുകുന്ന പുഴയുടെ അന്ത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത് സമുദ്രത്തിലാണല്ലേ. ഏതൊരു ചെറിയ പുഴയും ഒഴുകിച്ചെന്ന് അവസാനിക്കുന്ന സമുദ്രത്തിലാണ്, കടലിലാണ് എന്ന് പറഞ്ഞ പോലാണ് ഏതൊരു കലാകാരന്റെയും ആഗ്രഹം എന്ന് പറയുന്നത്. അത് ഏത് കലാകാരനായിക്കോട്ടെ, സിനിമ എന്ന് പറയുന്ന വലിയ ലോകത്തെത്താനാണ്. അതുകൊണ്ട് നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്നു, സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെടുന്നു, അല്ലേ? നമ്മളെല്ലാം ജീവിതത്തിൽ സിനിമയൊക്കെ അത്യാവശ്യം കാണുന്നവരാണ്. സമയമില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വെട്ടിക്കുറയ്ക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ അത് സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു മൊത്തം ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നതിന്റെ ഏകദേശം ഒരു 20 മിനിറ്റത്തെ സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 7 മണിക്ക് എനിക്ക് ചാലക്കുടി പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു ചെറിയ ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തിനും ഏതിനും ഒരു സംഗീതം ആവശ്യമാണ്, ഒരു പാട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ മറ്റു പാട്ടുകളിലേക്ക്, ഒരു ഇമിറ്റേഷൻ പാട്ടിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ കൂടെ നിൽക്കത്തില്ലേ? റെഡിയല്ലേ? റെഡിയാണോ? ആണോ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നല്ലൊരു കൈയടിയാ നാട്ടെ. അയ്യോ, കുറെ പേരൊക്കെ കൈയടിക്കാതിരിക്കുന്നു. കൈയടിക്കുന്നതിന് പ്രത്യേകിച്ച് കരം കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ മെമ്പറെ? അല്ല,
മെമ്പറല്ലേ? ഓക്കെ. കൈയടിക്കുന്നതിന് പ്രത്യേകിച്ച് കരം കെട്ടേണ്ട ആവശ്യമില്ല. കൈയടിച്ചാൽ അഴകും ആയുസ്സും വർദ്ധിക്കുന്നാണ് പണ്ടുള്ള കാരണവർ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നിറഞ്ഞൊരു കൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചെറിയ പാട്ടോട് കൂടി തന്നെ ഞാൻ തുടങ്ങുകയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ മലയാള സിനിമ മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തിയ നമ്മുടെ നാദൃശ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ ആരായിരുന്നു അഭിനയിച്ചത്? അമർ അക്ബർ അന്തോണി. നിങ്ങൾ കണ്ട സിനിമയാണോ? ആരൊക്കെയായിരുന്നു അഭിനയിച്ചേ? പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, ഇവര് 3 പേരാണ് അല്ലേ? ഇവര് 3 പേരും പാടിയ ഒരു പാട്ടുണ്ട് ആ സിനിമയില്. ആ പാട്ട് ഇതാണ്, പ്രേമമെന്നാൽ എന്താണ് പെണ്ണ്. ഓക്കെ, അപ്പോൾ ഈ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാനൊരു ഗായകനല്ല, ചെറിയ മിമിക്രിയും പരിപാടിയൊക്കെ ആയിട്ട് ആങ്കറിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി സംഗതി ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒന്നും പറയാൻ പാടില്ല. നിങ്ങളൊന്ന് പേടിപ്പിച്ചാൽ മതി, ഞാൻ റെഡി ആയിക്കോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് കിടക്കാം. റെഡി? പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് ചാരുകലക്കയിൽ കാശിലുണ്ടായെന്നാൽ അംഗക്കാരോടൊപ്പം ഓടിപ്പോകും. കാശുണ്ടെന്നാൽ അറിഞ്ഞ കാമുകനാക്കും, കാശിലെങ്കിലുടനെ ഞങ്ങളെയാക്കും. ചില പെണ്ണേടി വായാടി പെണ്ണുങ്ങൾ കലപിലെ ചുമ്മാതമായിട്ടടി, ബുദ്ധിയുണ്ടെന്ന് പുറമെ നടിക്കും, കണിപ്പോ വീട്ട് കാലിട്ടടിക്കും. കണ്ടില്ലേയാണ് കളിക്കാലം, പെണ്ണുങ്ങൾ തെങ്ങുമേ കയറണ കാലം. കോലം കണ്ടാൽ എലിയെ പോലുള്ള പെണ്ണും, കോപം കണ്ട പുലിയെ പോലങ്ങ് ചാടും. പെണ്ണ് കെട്ടിക്കടിഞ്ഞാൽ ആണുങ്ങളുടെ കണ്ണു കിട്ടിയെന്നറിയാം. എങ്കിലും ആനയിടങ്ങിട്ടും കൊന്നു മറിഞ്ഞിട്ടും പാപ്പന്റെ ജോലിക്ക് ആണുങ്ങൾ പോകുന്നില്ല പെണ്ണേ. മാങ്ങാത്തോലി കാര്യം ചൊല്ലി എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പരിചയമുള്ള 1-2 പേരുടെ ശബ്ദം കൂടെ ഞാനൊന്ന് അനുകരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഒരു ജനനേതാവ് ഉണ്ടായിരുന്നു, ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങിൽ നമ്മളെല്ലാം കണ്ടതാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ പുതുപ്പള്ളി വരെയുമുള്ള ആ ഒരു ജനസാഗരം അത്രമാത്രം ജനപ്രിയനായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഈ സ്കൂളിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആശംസ പറയാനുണ്ടായിരിക്കും. ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സാർ ഇവിടെ വരികയാണെങ്കിൽ, ഏറ്റവും പ്രിയപ്പെട്ട ഞാറക്കാടിലെ പ്രിയപ്പെട്ടവർ, വിമൽ ജ്യോതി പബ്ലിക് സ്കൂളിലെ ഈ ഒരു 21ാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ട് വരുവാനും നിങ്ങളൊക്കെ കാണുവാനും സാധിച്ചു. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഇതുപോലെ തന്നെ മിമിക്രിയിലൂടെ മലയാള സിനിമയിലെത്തി മറ്റൊരു താരമാണ്, നമുക്കെല്ലാം അറിയാം, ടിനിട്ടോ. നമ്മുടെ ടിനിച്ചേട്ടനാണ് ഇന്നിവിടെ വരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കും ഒരു ആശംസ പറയാൻ. ഒരു പക്ഷേ ടിനിച്ചേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ, നന്നായിട്ടുണ്ട്. അതായത് സത്യത്തില് ഈ വിമൽ ജ്യോതി പബ്ലിക് സ്കൂളിന്റെ ഈ പരിപാടിക്ക് വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചത് ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഈ സ്കൂളിനും ഇതിന്റെ മാനേജ്മെന്റിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഈ ശബ്ദം ചെയ്ത ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കൊക്കെ എന്റെ മുമ്പിലിരിക്കുന്ന ഫാദർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന 99.9% ആൾക്കാർക്കും എന്നെ പോലെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അച്ഛന് കാര്യം മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇതുപോലെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ചെയ്യോ മാഡം? ചെയ്യോ? എന്തായാലും ശബ്ദം ഇല്ല, അത് വെറുതെയാണ്. ഓക്കെ, അതായത് ഇവിടെ കാക്കയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദം ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് എനിക്കറിയാം, അല്ലേ? നമ്മളെല്ലാവരും കാക്കയുടെ ശബ്ദം എങ്ങനെയാണ്? കാക്കയുടെ ശബ്ദം പൂച്ചയുടെ ശബ്ദം
ഇത്രേ ഉള്ളൂ. അപ്പം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ശബ്ദം ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഒരു പട്ടിയുടെ ശബ്ദം ചെയ്തും പറഞ്ഞുകൊണ്ട് നമുക്ക് പട്ടിയായി മാറാൻ പറ്റുമോ പെട്ടെന്ന്? ഇല്ല. അപ്പോൾ പട്ടിയായി മാറാം, അല്ലെങ്കിൽ പട്ടിയുടെ ആ രൂപമായി മാറാം. എങ്ങനെ മാറാൻ പറ്റും? കുറേയധികം സമയമെടുത്ത് അതിനുവേണ്ടി ഒരു കോസ്റ്റ്യൂം തയ്ച്ച് അതിന്റെ ആ ഒരു മുഖമൂടിയൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് പട്ടിയാവാം, അല്ലേ? ഒരു ഷേപ്പായി മാറാം. അപ്പോൾ ഒരു ശബ്ദം ചെയ്യുന്ന പോലെയല്ല ഒരാളുടെ രൂപം ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ ഫിഗർ ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ മലയാള സിനിമയിലെ 2 താരങ്ങളെ തന്നെ എടുക്കാം. നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, അല്ലേ? നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക. ഇവരുടെ അപരന്മാരെ നമ്മൾ പല ചാനൽ ഷോകളിൽ കണ്ടിട്ടുണ്ട്, പല റിയാലിറ്റി ഷോകളിലും പല അവാർഡ് നൈറ്റുകളിലും നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ അപരന്മാരെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം ഈ ലാലേട്ടനായിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ രൂപഭാവം ചെയ്യുന്നവർ ഏകദേശം മോഹൻലാലായിട്ടോ മമ്മൂട്ടിയായിട്ടോ അവരുടെ ശരീരത്തോ അവരുടെ മുഖത്തോ ഏകദേശം ഒരു 70-80% സാമ്യമുള്ളവരാണ് പൊതുവെ ഇതുപോലുള്ള അപരന്മാരായിട്ട് എത്താറുള്ളത്. അത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ചെയ്തിട്ടാണ് അവർ ആ ക്യാമറയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ ആ ഫ്ലോറിലോ എത്താറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സിനിമാ താരവുമായി ബന്ധമില്ലാത്ത എന്റെ ഈ മുഖത്തും എന്റെ ഈ ശരീരത്തും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ താരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഒരു 7-8 താരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മേക്കപ്പും ചെയ്ത് കോസ്റ്റ്യൂമും ചെയ്ത് ഞാനൊന്ന് റെഡി ആവാൻ ശ്രമിക്കുകയാണ്. ഒരു 70-80% ഒക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കുമോ? പിന്നെ ഇത്രയും പകലായതുകൊണ്ട് ഞാൻ 70-80% ഒന്നും ഗ്യാരണ്ടി തരുന്നില്ല. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കൈയടിക്കുക. ഓക്കെ, കാരണം ഇതൊരു പ്രകൃതിയുടെ വെട്ടത്തിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ സൗണ്ട് സിസ്റ്റംകാരുടെ ലൈറ്റിലും ഒക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഈ ഒരു വെട്ടത്തിൽ എത്രമാത്രം സക്സസ് ആകും എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഏകദേശം ഒക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കുവോ? അപ്പൊ നല്ലൊരു കൈഡി എന്നാട്ടെ. കുറച്ച് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോയാൽ ഒരിക്കലും കൂടി നല്ലൊരു കൈഡി തരോ? പ്ലേ ചെയ്തോ. ഷാരൂഖ് ഖാൻ 1965 നവംബർ 2 ഡൽഹിയിൽ ജനിച്ച് നടനായും പ്രൊഡ്യൂസറായും ടെലിവിഷൻ അവതാരകനായും നിറഞ്ഞുനിന്ന് ദീവാന എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. अब यहाँ से कहाँ जाएं हम, तेरी बाहों में मर जाएं हम. ക്യാപ്റ്റൻ രാജു. ജൂൺ 27 KG ഡാനിയലിന്റെയും അന്നമ്മയുടെയും 7 മക്കളിൽ 3ാമത്തെ മകനായി പത്തനംതിട്ട ഓമല്ലൂരിൽ രാജു ഡാനിയൽ എന്ന പേരിൽ ജനിച്ചു. സത്യം പറ, നീ ആരാ? ഏതാ? ഈ പാട്ട് നിനക്ക് എവിടുന്ന് കിട്ടി? ഇതാരാണ് നിനക്ക് തന്നത്? 1987 ഇറങ്ങിയ നാടോടിക്കാറ്റ് എന്ന ഒറ്റ ചിത്രത്തിലെ പവനായി എന്ന കഥാപാത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. വേദിയിലെത്തുന്നു പവനായി എന്ന കഥാപാത്രവുമായി ക്യാപ്റ്റൻ രാജു. വെൽക്കം മൈ ബോയ്. ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ.
അമിതാഭ് ബച്ചൻ. सोनी तेरी चाल सोनी वे लगती कमाल सोनी वे. 1942 ഒക്ടോബർ 11 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ച് ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയി മാറിയ താരം. ഇന്ത്യൻ സിനിമാ ലോകത്തു നിന്നും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ താരം. അഭിനയം മാത്രമല്ല, ഗാനാലാപന രംഗത്തും ഒട്ടും പിന്നിലല്ല എന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത താരം. തന്നോടുള്ള ആരാധന കൊണ്ടും സ്നേഹം കൊണ്ടും പ്രേക്ഷകർ നൽകിയ വിളിപ്പേരുകൾ ആംഗ്രി യങ് മാൻ, ഷെഹൻഷാ ഓഫ് ബോളിവുഡ്, ബിഗ് ബി എന്നിങ്ങനെയായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ അഭിനയ രാജാവ്, ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ. ओम गणपते नमो नमः श्री सिद्धि विनायक नमो नमः. झुक झुक कर सीधा खड़ा हुआ, अब फिर झुकने का शौक नहीं. अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं. तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे, तब तब कर सोना बनूंगा मैं. तुम मुझको कब तक रोकोगे? तुम मुझको कब तक रोकोगे? ദുൽഖർ സൽമാൻ. इस दुनिया में अगर जन्नत है तो बस यही है, यही है. മലയാള സിനിമയുടെ അഭിനയ പ്രതിഭ, താരചക്രവർത്തി മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ മകനായി 1986 ജൂലൈ 28 കൊച്ചിയിൽ ജനിച്ച് DQ എന്ന ഷോർട്ട് ഫിലിമിൽ മലയാളി മനസ്സുകളിലും ഇന്ത്യൻ സിനിമാ ലോകത്തും അറിയപ്പെട്ട് പ്രശസ്ത സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്തു 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ പടിച്ചവിട്ടി. അഭിനേതാവും പ്ലേബാക്ക് സിംഗറും ആയി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന താരം. വാനം തിളതിളക്കണ ഭൂമി പരപ്പരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരക്കിൽ ഗതിവിഗതി. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബിസിനസ് മാനേജറായി തന്റെ തൊഴിൽ രംഗത്ത് വിശ്വസ്തത പുലർത്തിയ താരം. താൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയത്തിന്റെ കാര്യത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കിയ താരം. അരികിലെ പുതുമന്ദാരമായി വിടരുന്നീ. കേരള സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ തന്റേതായ കഴിവിനാൽ സ്വന്തമാക്കി കേരളത്തിലെ കൗമാരപ്രായക്കാരുടെ സ്വന്തം DQ ദുൽഖർ സൽമാൻ. Johnny money, Johnny, you are my cunning money. Johnny money, Johnny, so why you want plenty money? നീ അല്ല എന്നോട് വരാൻ പറഞ്ഞു. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ഓൾ ദി ബെസ്റ്റ്. രജനികാന്ത്. ഡിസംബർ 12 കർണാടകയിലെ ഒരു മറാത്തി കുടുംബത്തിൽ ജനിച്ച് ബസ് കണ്ടക്ടറായി തന്റെ തൊഴിൽ നോക്കിയ ഇദ്ദേഹം 1973 MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കുവാനായി ചേരുകയുണ്ടായി.
ஆட்டோக்காரன் நாளும் தெரிஞ்ச ரூட்டுக்காரன் நியாயமுள்ள ரேட்டுக்காரன் நல்லவங்க கூட்டுக்காரன் நல்லா பாடும் பாட்டுக்காரன் காந்தி பிறந்த நாட்டுக்காரன் கம்பெடுத்தா வேட்டக்காரன் எளியவங்க உறவுக்காரன் இறக்கமுள்ள மனசுக்காரன்டா நான் ஏழைக்கெல்லாம் சொந்தக்காரன்டா நான் எப்பொழுதும் ஏழைக்கெல்லாம் சொந்தக்காரன்டா. തന്റെ സിനിമ എന്ന സ്വപ്നലോകം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ പൂവണി. നടൻ, പ്രൊഡ്യൂസർ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകൾ കൈയടക്കിയ ഇദ്ദേഹം 2000 പത്മഭൂഷൺ, 2016 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി. ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி விதியை நினைப்பவன் ஏமாளி அதை வென்று முடிப்பவன் அறிவாளி. കബാലി, യന്തിരൻ, ശിവാജി, ഭാഷ, ദളപതി, പടയപ്പ, ലിംഗ, ബാബ, കാല എന്നിങ്ങനെ നീണ്ട നിരയിൽ സൂപ്പർ ഹിറ്റ് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനികാന്ത്. தமிழ் படங்களை மறந்து வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க யஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. മോഹൻലാൽ 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ വിശ്വാനന്ദൻ നായർ എന്ന പേരിൽ ജനിച്ച് 1978 മുതൽ മലയാള സിനിമയുടെ കരുത്തുറ്റ അഭിനയ പ്രതിഭയായി ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം. നടൻ, പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ ഈ മേഖലകളിലെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചു. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം തിരുനോട്ടം ആയിരുന്നെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം താൻ വില്ലനായി അഭിനയിച്ച 1980 റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. 1986 പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തോടുകൂടി മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ താരം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാമ്പും കണി കാണാ കുന്നേ നിന്നും തിരുകോടിപ്പാവും. 1991 പുറത്തിറങ്ങിയ ഭരതം, 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിലും ഈ സൂപ്പർ താരത്തിന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, ഡോക്ടറേറ്റ്, ഫിലിം ഫെയർ അവാർഡുകൾ, ലഫ്റ്റനന്റ് കേണൽ പദവി എന്നിങ്ങനെ താൻ സ്വന്തമാക്കി. ഇദ്ദേഹം അഭിനയിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രവുമായി ഭരത് മോഹൻ ലാൽ. Dedication to the fancies coming right after you. Sagar Elias Jackie Reloaded. ഇതെന്റെ റിസോർട്ടാണ്. ഇവിടെ വരുന്ന എന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ടേക്ക് കെയർ.
സ്വാമി വിവേകാനന്ദൻ. ജനുവരി 12 ഒരു ബംഗാളി കുടുംബത്തിൽ നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച് വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഇന്ത്യയിൽ എമ്പാടും സ്വാധീനം അറിയിച്ച ആത്മീയ ഗുരു, രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകൻ, ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുത്ത ഏക വ്യക്തി സ്വാമി വിവേകാനന്ദൻ. മഹിമയാളും ഭരതപുരി തരും അറിവു തേടി തുടരും അതിദ്രുത കനിവു കാക്കും ജനത പദ പദ തീർത്ഥയാത്ര ശാന്തിയാത്ര തുടരും ഈ യാത്ര. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി. മറ്റ് രാഷ്ട്രങ്ങൾ മറ്റ് മതവിശ്വാസികളെ ചുട്ടുകൊന്നപ്പോൾ, ചവിട്ടി പുറത്താക്കിയപ്പോൾ സർവ്വരാജ്യങ്ങളിലെയും വിവിധ മതങ്ങളിൽപ്പെട്ട പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയം നൽകിയവരാണ് എന്റെ ഭാരത ജനത എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരുൾ ഉൾക്കൊള്ളുന്നു. ലോകത്തെ ആദ്യത്തെ സമത്വ ദർശന മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ട മഹാമന്ത്രമായത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെ ഈ ഒരു വിദ്യാലയത്തിന്റെ ഈ ഒരു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ മാനേജ്മെന്റിനും, പ്രത്യേകിച്ച് നമ്മുടെ ജെയ്സ് അല്ലേ, അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും, അരുൺ ഗിന്നസിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സ്കൂൾ മാനേജ്മെന്റിനോട്, പ്രിൻസിപ്പലോടും മറ്റുള്ളവരോട് എല്ലാവരോടും, നിങ്ങൾ ഈ വിദ്യാർത്ഥിനികൾ, ഇവിടുത്തെ അധ്യാപകർ, മാതാപിതാക്കൾ എല്ലാവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വേണ്ടി ഒരു കുഞ്ഞു പെർഫോമൻസ് ഇവിടെ പോകുന്നു. പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയ്യടി തരാമോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.